Hello friends, welcome back to my YouTube channel PSC Civil Circle. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ LSGD പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫസ്റ്റ് 25 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നെക്സ്റ്റ് 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. Question number 26. A wooden pile is being driven with a drop hammer weighing 18 kN and having a free fall of 1 meter. The penetration in the last blow is 5 mm. Determine the load carrying capacity of pile according to engineering news formula. Answer is option A, 100 kN. അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. QA equal to WH into eta H divided by F into S plus C. ഇതാണ് എഞ്ചിനീയറിംഗ് ന്യൂസ് ഫോർമുല. ഇതിൽ W എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ഹാമർ ആണ്, eta H എഫിഷ്യൻസി ഓഫ് ഹാമർ, H falling height of hammer, F factor of safety അതിൻ്റെ വാല്യൂ 6 ആണ് എടുക്കുന്നത്. ദെൻ സിയുടെ വാല്യൂ ഡ്രോപ്പ് ഹാമറിന് 2.54 സെൻറ്റിമീറ്ററും സ്റ്റീം ഹാമറിന് 0.254 സെൻറ്റിമീറ്ററുമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ വാല്യൂസ് ഇക്വേഷൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 18 kN ഇൻറ്റു 100 സെൻറ്റിമീറ്റർ ഡിവൈഡ് ബൈ 6 ഇൻറ്റു 0.5 പ്ലസ് 2.5 ചെയ്ത് വരുമ്പോൾ 100 kN കിട്ടും. Question number 27. A jet of water of cross-sectional area 0.005 meter square strikes a flat plate normally with a velocity of 15 meter per second. If the plate is moving with a velocity of 5 meter per second in the direction of jet and away from the jet, what is the force exerted by the jet on the plate? Answer option C, 500 Newton ആണ്. ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ജെറ്റ് ഓൺ മൂവിങ് വെർട്ടിക്കൽ പ്ലേറ്റ്, അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല F ഈക്വൽ ടു റോ എ ഇൻറ്റു വി മൈനസ് യു ദ ഹോൾ സ്ക്വയർ. ഇതിൽ റോ ഡെൻസിറ്റി ഓഫ് വാട്ടർ അത് 1000 kg/m³ കൊടുക്കുക. എ ഏരിയ ഓഫ് ജെറ്റ് അത് 0.005 മീറ്റർ സ്ക്വയർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വി വെലോസിറ്റി ഓഫ് ജെറ്റ് അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 15 meter per second. യു വെലോസിറ്റി ഓഫ് മൂവിങ് പ്ലേറ്റ് അത് 5 meter per second. അപ്പോൾ ഇതിൻ്റെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എഫിൻ്റെ വാല്യൂ 500 Newton എന്ന് കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ മൂവിങ് വെർട്ടിക്കൽ പ്ലേറ്റ് ആണ് തന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ പ്ലേറ്റ് സ്റ്റേഷനറി ആയിരുന്നുവെങ്കിൽ ഫോർമുല എങ്ങനെയാവും? എഫ് ഈക്വൽ ടു റോ എ ഇൻറ്റു വി സ്ക്വയർ, യുവിൻ്റെ വാല്യൂ 0 ആവും. Question number 28. Dry density of which sample is expected to be high? Answer is option B, dense sand. Question number 29. Which among the following is the great circle formed by a plane through the observer's position that is perpendicular to the direction of gravity at that point intercepts the celestial sphere? Answer is option D, horizon. ഇപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് ടേംസ് നോക്കാനുണ്ട്. സെലസ്റ്റിയൽ സ്ഫിയറിൽ ഒബ്സർവറിൻ്റെ പൊസിഷന് എബോവ് വരുന്ന പോയിൻറ്റിനെ സെനിത്ത് എന്ന് പറയും, ബിലോ വരുന്ന പോയിൻ്റാണ് നാഡിർ. ഇനി ഇതിൽ സെനിത്തിലും നാഡിറിലും കൂടി പാസ് ചെയ്യുന്ന ഗ്രേറ്റ് സർക്കിളാണ് വെർട്ടിക്കൽ സർക്കിൾ. അതിന് പെർപെൻഡിക്കുലറായിട്ട് വരുന്ന ഗ്രേറ്റ് സർക്കിളിനെ ഹൊറൈസൺ എന്ന് പറയും. ഇതാണ് ഹൊറൈസൺ. ഓക്കെ, അപ്പോൾ എന്താണ്? സെനിത്തിലും നാഡിറിലും കൂടി പാസ് ചെയ്യുന്ന ഗ്രേറ്റ് സർക്കിൾ വെർട്ടിക്കൽ സർക്കിൾ. വെർട്ടിക്കൽ സർക്കിളിന് പെർപെൻഡിക്കുലറായിട്ട് വരുന്ന ഗ്രേറ്റ് സർക്കിളാണ് ഹൊറൈസൺ. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഒബ്സർവർ പൊസിഷനിലെ ഡയറക്ഷൻ ഓഫ് ഗ്രാവിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഗ്രേറ്റ് സർക്കിൾ ഏതാണെന്നാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഹൊറൈസൺ. ഓക്കെ, ഇനി ഇതിൽ 1-2 കാര്യം കൂടിയുണ്ട്. സെലസ്റ്റിയൽ നോർത്ത് പോളും ഉണ്ട്, സെലസ്റ്റിയൽ സൗത്ത് പോളും ഉണ്ട്. അതിൽ കൂടി പാസ് ചെയ്യുന്ന വെർട്ടിക്കൽ സർക്കിളിനെ എന്ത് പറയും? അതിൽ കൂടി പാസ് ചെയ്യുന്ന വെർട്ടിക്കൽ സർക്കിളിനെ പറയുന്നതാണ് ഹവേർഡ് സർക്കിൾ. സെലസ്റ്റിയൽ നോർത്ത് പോളിലും സെലസ്റ്റിയൽ സൗത്ത് പോളിലും കൂടി പാസ് ചെയ്യുന്ന വെർട്ടിക്കൽ സർക്കിളിനെ ഗ്രേറ്റ് സർക്കിളിനെ പറയുന്ന പേരാണ് ഹവേർഡ് സർക്കിൾ. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഗ്രേറ്റ് സർക്കിളാണ് സെലസ്റ്റിയൽ ഇക്വേറ്റർ. ഓക്കെ, അപ്പോൾ ഈ ടേംസ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഒബ്സർവറിന് മുകളിൽ വരുന്ന പോയിൻ്റ് സെനിത്ത്, ബിലോ വരുന്ന പോയിൻ്റ് നാഡിർ, അതിൽ കൂടി പാസ് ചെയ്യുന്ന ഗ്രേറ്റ് സർക്കിളാണ് വെർട്ടിക്കൽ സർക്കിൾ. വെർട്ടിക്കൽ സർക്കിളിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഗ്രേറ്റ് സർക്കിളിനെ ഹൊറൈസൺ എന്ന് പറയും. ഇനി സെലസ്റ്റിയൽ നോർത്ത് പോളും സെലസ്റ്റിയൽ സൗത്ത് പോളിൽ കൂടി പാസ് ചെയ്യുന്ന വെർട്ടിക്കൽ സർക്കിളിനെ ഹവേർഡ് സർക്കിൾ എന്ന് പറയും. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഗ്രേറ്റ് സർക്കിളിനെ ഇക്വേറ്റർ എന്ന് പറയും. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, മെറിഡിയൻ. മെറിഡിയൻ എന്ന് പറയുന്നത് സെനിത്ത്, നാഡിർ, സെലസ്റ്റിയൽ പോള് ഇതിലെല്ലാത്തിലും കൂടി പാസ് ചെയ്യുന്ന ഒരു വെർട്ടിക്കൽ സർക്കിളിനെ പറയുന്നതാണ്
മെറിഡിയൻ. അപ്പോൾ ഈ ടേംസ് എല്ലാം ഒന്ന് ഓർത്ത് വയ്ക്കുക. സെനിത്ത്, നാഡിർ, വെർട്ടിക്കൽ സർക്കിൾ, അതിന് പെർപെൻഡിക്കുലറായിട്ട് ഹൊറൈസൺ, സ്പോളിൽ കൂടി പാസ് ചെയ്യുന്നത് അവർ സർക്കിൾ, അതിന് പെർപെൻഡിക്കുലറായിട്ട് വരുന്നത് സെലസ്റ്റിയൽ ഇക്വേറ്റർ, സെനിത്ത്, നാഡിർ, പോള്, ഇതിലെല്ലാത്തിലും കൂടി പാസ് ചെയ്യുന്നത് മെറിഡിയൻ. Question number 30. What is known as watertight enclosure made up of sheet pile walls, usually temporarily built around a working area for the purpose of excluding water during construction? Answer option A, cofferdam. Question number 31. What is meant by Froude's number? Answer is option C, ratio square root of inertia force and gravity force. Square root of inertia force by gravity force-നെയാണ് ഫ്രൂഡ്സ് നമ്പർ എന്ന് പറയുന്നത്. Number 32. Among which of the following conditions Darcy's law is not applicable to seepage soils? Answer is option B, the flow conditions are turbulent in soil. Darcy's law applicable ആയിരിക്കണമെങ്കിൽ ഫ്ലോ എന്ന് പറയുന്നത് ലാമിനാർ ഫ്ലോ ആയിരിക്കണം. Question number 33. Which of the following is a field test? Answer is option A, vein shear test. ബാക്കിയുള്ള ഡയറക്റ്റ് ഷിയർ, ട്രയാക്സിൽ, അൺകൺഫൈൻഡ് കംപ്രഷൻ ടെസ്റ്റ്, ഇത് മൂന്നും ലബോറട്ടറി ടെസ്റ്റാണ്. നമ്മൾ സോയിലിൻ്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റുകളാണ് ഇതെല്ലാം. Question number 34. For what type of soil unconfined compression test is generally applicable? Answer is option A, saturated clay. Question number 35. If CD equal to coefficient of discharge, CV equal to coefficient of velocity and CC equal to coefficient of contraction, then which of the following statement is correct? Answer is option C, CD equal to CV into CC. Question number 36. Which of the following will have plasticity index 20? Answer is option B, clay. What is a protective barrier constructed to enclose harbors and to keep the harbor waters undisturbed by the effect of heavy and strong seas? Answer is option D, breakwater. Question number 38. Determine the total pressure on a circular plate of area of cross-section 1 meter square which is placed vertically in water in such a way that the center of plate is 1 meter below the free surface of water. Answer is option C, 9810 Newton. Total pressure force F equal to rho into G into A into H bar is the cross-sectional area. H bar is the distance of center of gravity from free surface of water. Values substitute ചെയ്യുക. F equal to എന്താവും 1000 into 9.81 into 1 meter square into 1 meter. Answer 9810 Newton എന്ന് കിട്ടും. Question number 39. Among which of the following tests conducted for the measurement of shear strength of soil, no excess pore pressure is set up at any stages of the test? Answer is option A, drained test. Question number 40. Which of the following laws gives the diameter of sphere which will settle at a specific terminal velocity? Answer is option B, Stokes law. Question number 41. What is meant by optimum water content? Answer is option A, water content corresponding to maximum dry density. Question number 42. What is the function of fish plate? Answer is option D, to hold two rails together. രണ്ട് റെയിൽസ് തമ്മിൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഫിഷ് പ്ലേറ്റ്. ഒരു ജോയിൻറ്റിൽ 2 ഫിഷ് പ്ലേറ്റും 4 ഫിഷ് ബോൾട്ടും വേണം. Question number 43. Which among the following is pressure on a fluid below atmospheric pressure? Answer is option C, vacuum pressure. സീറോയിൽ നിന്ന് മെഷർ ചെയ്യുന്ന പ്രഷറിനെയാണ് അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. ഇനി അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് എബോ ആണ് മെഷർ ചെയ്യുന്നതെങ്കിൽ അത് ഗേജ് പ്രഷറും, ബിലോ ആണെങ്കിൽ വാക്യൂം പ്രഷർ. Question number 44.
which of the following is the unit of coefficient of consolidation? Answer is option A, centimeter square per second. Question number 45. A simply supported beam of span 7 meter has a point load 3 kilonewton at a distance of 2 meter from the left end A and a point load of 2 kilonewton at a distance of 4 meter from the left end A. What will be the support reaction at B? Answer is option C, 2 kilonewton. ഇതെങ്ങനെ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ലോഡിംഗ് ഡയഗ്രാം. സപ്പോർട്ട് എയിൽ നിന്നും 2 മീറ്റർ ഡിസ്റ്റൻസിൽ 3 കിലോന്യൂട്ടൺ ലോഡും 4 മീറ്റർ ഡിസ്റ്റൻസിൽ 2 കിലോന്യൂട്ടൺ ലോഡുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റിയാക്ഷൻ അറ്റ് സപ്പോർട്ട് ബി ആണ് വേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന കണ്ടീഷൻ ഇതാണ്. മൊമെൻറ്റ് എബൌട്ട് എ ഈക്വൽ ടു 0 എടുക്കുക. മൊമെൻറ്റ് എബൌട്ട് എ എടുക്കുമ്പോൾ ഇവിടെ 3 കിലോന്യൂട്ടൺ ലോഡും 2 കിലോന്യൂട്ടൺ ലോഡ് കാരണം ഉണ്ടാകുന്ന മൊമെൻറ്റ് ക്ലോക്ക് വൈസ് ആണ്. സോ പ്ലസ് സൈൻ കൊടുക്കുക. റിയാക്ഷൻ ആർ ബി കാരണം ഉണ്ടാകുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. സോ മൈനസ് സൈൻ കൊടുക്കുക. അപ്പോൾ എങ്ങനെയാവും? 0 ഈക്വൽ ടു 3 ഇൻറ്റു 2 മീറ്റർ പ്ലസ് 2 ഇൻറ്റു 4 മീറ്റർ മൈനസ് ആർ ബി ഇൻറ്റു 7 മീറ്റർ. അത് ചെയ്തു വരുമ്പോൾ ആർ ബി ഈക്വൽ ടു 2 കിലോന്യൂട്ടൺ എന്ന് നമുക്ക് ആൻസർ കിട്ടും. Question number 46. Soil with a value of K, coefficient of permeability ranging from 10 raised to minus 1 millimeter per second to 10 raised to minus 3 millimeter per second can be classified as. Answer is option B, semi-pervious. Question number 47. Which of the following soil sample will have grains of almost the same particle size? Answer is option D, poorly graded. Question number 48. Which among the following is the term used for change in volume of soil per unit of initial volume due to a given unit increase in pressure? Answer is option A, coefficient of volume change. ഓക്കെ, ഇവിടെ രണ്ട് ടേംസ് ആണുള്ളത്. ഒന്ന് കോഷ്യൻ്റ് ഓഫ് കംപ്രസിബിലിറ്റി, രണ്ടാമത്തെ കോഷ്യൻ്റ് ഓഫ് വോളിയം ചേഞ്ച് അല്ലെങ്കിൽ കോഷ്യൻ്റ് ഓഫ് വോളിയം കംപ്രസിബിലിറ്റി എന്ന് പറയും. അപ്പോൾ ഫസ്റ്റ് വൺ കോഷ്യൻ്റ് ഓഫ് കംപ്രസിബിലിറ്റി എന്താ? അതിൻ്റെ ഡിനോട്ട് ചെയ്യുന്നത് എ വി എന്നാണ്. എ വി ഈക്വൽ ടു ഡെൽറ്റ ഇ ബൈ ഡെൽറ്റ പി. നമ്മുടെ ഡെൽറ്റ ഇ ഡെൽറ്റ പി ഗ്രാഫിൻ്റെ സ്ലോപ്പാണ് കോഷ്യൻ്റ് ഓഫ് കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേത് കോഷ്യൻ്റ് ഓഫ് വോളിയം ചേഞ്ച് ആണ്. കോഷ്യൻ്റ് ഓഫ് വോളിയം ചേഞ്ച് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡ് ബൈ ഇനിഷ്യൽ വോളിയം per unit increase in pressure. അതായത് എം വി ഈക്വൽ ടു ഡെൽറ്റ വി ബൈ വി ഡിവൈഡ് ബൈ ഡെൽറ്റ പി എന്നാണ്. അപ്പോൾ ഡെൽറ്റ വി ബൈ വിയെ നമുക്ക് ഡെൽറ്റ ഇ ബൈ 1 പ്ലസ് ഇ 0 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയാവും? ഡെൽറ്റ ഇ ബൈ 1 പ്ലസ് ഇ 0 ഡിവൈഡ് ബൈ ഡെൽറ്റ പി. ഡെൽറ്റ ഇ ബൈ ഡെൽറ്റ പിക്ക് വരെ നമുക്ക് എ വി എന്ന് എഴുതാം. അപ്പോൾ എം വിയുടെ ഇക്വേഷൻ എന്താവും? എം വി ഈക്വൽ ടു എ വി ബൈ 1 പ്ലസ് ഇ 0. Question number 49. Which of the following values the void ratio in soil can have theoretically? Void ratio എന്ന് പറയുന്നത് വോളിയം ഓഫ് വോയിഡ്സ് ബൈ ടോട്ടൽ വോളിയം ആണ്. അതിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ക്യാൻ ബി ലെസ് ദാൻ ഓർ മോർ ദാൻ 1. Question number 50. For what purpose stiffeners are used in a plate girder? Answer is option C, to prevent buckling of web.